ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓഗസ്റ്റ് 15 ഒക്കെ ആവാറായി. നമുക്കൊരു പതാക ഉണ്ടാക്കി നോക്കിയാലോ? വെറും 3 പേപ്പർ വെച്ചിട്ട് 2 പതാക ഉണ്ടാക്കാം. അത് അത്യാവശ്യം വലുപ്പത്തിലുള്ള പതാക. നമ്മൾ വെറുതെ 5 രൂപയും 10 രൂപയൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് പതാക വാങ്ങിക്കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ A4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് തന്നെ നിർമ്മിക്കാം. ഈ ഒരു നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക 3 പേപ്പറിൻ്റെയും. അപ്പോൾ 2 എണ്ണം ആയില്ലേ ഒരേ അളവിൽ. ഇതേ പ്രോസസ്സ് തന്നെ 3ഉം കട്ട് ചെയ്തെടുക്കാം. A4 ഷീറ്റിൻ്റെ വലുപ്പത്തിലുള്ള കളർ ഷീറ്റ് എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. ബുക്ക് സ്റ്റാളിൽ പോലെ പേപ്പറൊക്കെ വാങ്ങിക്കുന്ന എല്ലാ ഷോപ്പുകളിലും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പുറത്തിരുന്നിട്ടാണ് ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കാക്കകളും പക്ഷികളൊക്കെ കിടന്ന് ചിലക്കുന്നൊക്കെ ഉണ്ട്. മഴ വരാനായിട്ടുണ്ട് തോന്നുന്നു. അതിനുശേഷം നമുക്ക് ഓരോന്നും ആ ഒരു പതാകയുടെ ക്രമത്തിനനുസരിച്ച് മുകളിൽ കുങ്കുമം ഓറഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുങ്കുമം കറക്റ്റ് കളറ് നമുക്ക് കിട്ടിയിട്ടില്ല. ഏകദേശം പതാകയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒട്ടിച്ച് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് വീതി കൂടുതലുണ്ടോ എന്ന് തോന്നിയത്. കാരണം ഇത് നീളം, നമുക്ക് വീതി കൂടുതലും നീളം കുറവുമായിരിക്കുമല്ലോ പതാകയ്ക്ക്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെച്ച് നോക്കിയപ്പോഴാണ് എനിക്കൊരു സമചതുരം പോലെ ഫീലായി. അപ്പോൾ അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ ഞാനൊന്നത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മേൾഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതേപോലെ തന്നെ നമ്മൾ വൈറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് എല്ലാ പേപ്പറും ഒരേ അളവ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ ഇത് ചെറുതാക്കാം, വലുതാക്കണം എന്നുണ്ടെങ്കിൽ പേപ്പർ ഒട്ടിച്ച് കൊടുക്കും വേണം. അപ്പോൾ നീളമൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ ഒറ്റൊന്നാക്കി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ 2 പേപ്പറും കൂടി യോജിപ്പിച്ചെടുത്തിട്ട് പശയൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം എടുക്കും ഒട്ടിക്കിട്ടാനൊക്കെ, എങ്കിലും അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ. ചെറിയ മക്കൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഒരു ഭംഗി. നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു സംതൃപ്തിയാണ്. എനിക്കങ്ങനെയാണ്. അപ്പോൾ ഞാനിത് 3ഉം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അശോകചക്രം വേണമല്ലോ, അപ്പോൾ അതൊന്നും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടല്ലോ. ഒരുപാട് സമയം വലിച്ചു നീട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ റെഡിയാക്കിയത് വട്ടങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ആരക്കാലുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിടിക്കാനുള്ള ഒരു ഇത് വേണമല്ലോ, പതാക പിടിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ഈർക്കിളി വെച്ചിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഈർക്കിളി ഞാൻ എടുക്കുന്നില്ല കേട്ടോ, ഒന്ന് ബലം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇത് എളുപ്പമാണ്. വേണമെങ്കിൽ ഇത് പിന്നെ പേപ്പർ ട്യൂബ് അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ കോലൊക്കെ വെച്ച് മുളയുടെ പച്ചമുളയുടേതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരച്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ തന്നെ ഒന്നും വേണമെന്നില്ല. അപ്പം എൻ്റെ ഈ ഒരു ഇത് ചെറുതായിട്ടുണ്ട്. ഒരു A4 ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലും നീളം ഉണ്ടെങ്കിൽ സുഖമാവും കുട്ടികൾക്ക് പിടിച്ച് പോകാനൊക്കെ. ഞാനൊരു ചെറിയൊരു നീളത്തിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നതിന് ശേഷം നമ്മളിതൊന്ന് ഇവിടെ യോജിപ്പിച്ചെടുക്കുക. കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പതാക തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം മറച്ചിടുക, തിരിച്ചിടുകയൊക്കെ ചെയ്യുക. കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. പൊട്ടിപ്പോകുന്നത് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറാൻ സാധ്യതയുണ്ട്, ഡാമേജ് ആവാൻ. പിന്നെ പശ നന്നായിട്ട് ഒട്ടിയില്ല, പശ ഏറി കഴിഞ്ഞാലൊക്കെ സ്പ്രെഡായി പോവും. ബ്ലൂ കളറിൽ നടുക്കൊക്കെ ഒട്ടിച്ചത്. ഇനി ബാക്കിയുള്ള പേപ്പർ വെച്ചിട്ട് ഒരു പൊടിയും കൂടി നമുക്ക് നിർമ്മിച്ചെടുക്കാം. കണ്ടല്ലോ, 2 പതാക റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കുട്ടികൾക്ക് പിടിച്ച് നടക്കാനും ഒക്കെ പറ്റും. ഓഗസ്റ്റ് 15-നുള്ള ഈ ഒരു പതാക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ലവ് യു ഓൾ, ബൈ.